ജോണ് ഇവിടെ നമ്മുടെ തൃശ്ശൂർ കോടന്നൂർ പള്ളിയിൽ ഈ നോയമ്പിൽ നമ്മുടെ കൺവെൻഷൻ ഉണ്ടായിരുന്നു. ആ കൺവെൻഷൻ്റെ സമാപന ദിവസം ഞാൻ ശനിയാഴ്ച അനൗൺസ് ചെയ്തു, രോഗികളായിട്ടുള്ളവരെല്ലാവരെയും കൊണ്ടുവന്നു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാം. അങ്ങനെ എനിക്ക് തോന്നുന്നൊരു 400 രോഗികളെങ്കിലും അന്നത്തെ ഒരു 10 മണി മുതൽ ഉച്ചവരെ സമയത്ത് വന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇങ്ങനൊരു 1 2 3 റോ ഇങ്ങനെ കസരയിട്ടിട്ട് ജനം ഇങ്ങനെ ഇരിക്കുക. ഒരു ഓരോ റോ ഇങ്ങനെ പ്രാർത്ഥിച്ചു പോവാം. 3ാമത്തെ റോയിൽ ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് ഞാനിങ്ങനെ ചെന്നു. ഞാനോട് ചെന്ന് ഇവനെ തലക്കൈ വെക്കാൻ തുടങ്ങുകയും ഇവൻ്റെ അപ്പനും അമ്മയും പുറകിൽ നിൽപ്പുണ്ട്. ഇവൻ്റെ കയ്യെ ചാടിക്കറി അങ്ങ് പിടിച്ചു. എന്നിട്ട് ഇവൻ എഴുന്നേറ്റ് എന്നെ കെട്ടിപ്പിടിച്ചെന്ന് കരയുക, ഏങ്ങലടിച്ച് കരയുക. കാര്യം എന്തെന്ന് പറയുന്നത് കരച്ചിലാണ്. ഞാനത് സമാധാനിപ്പിച്ചു. ഞാൻ പറഞ്ഞു, മോനെ നിൻ്റെ വിഷയം പറ. അവന് എപ്പിലെപ്സി എന്ന രോഗമാണ്. 5 വർഷമല്ലേ, 6 വർഷം. 9ാം ക്ലാസ്സിൽ തുടങ്ങിയതാണ്. 2019 സ്റ്റാർട്ട് ചെയ്തു. എപ്പിലെപ്സി എന്ന രോഗമാണ്. മരുന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ ഡ്രൈവറും കൂടാണ്. അപ്പോൾ ഈ രോഗം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് വണ്ടി ഓടിക്കുമ്പോൾ. ഞാൻ 2019 ഈ സംഭവം എഴുതിയിട്ടുണ്ടാണ്. ഗുളികയ്ക്ക് അങ്ങനെ ഉണ്ടോന്നില്ല. കുറേ ടെസ്റ്റുകളൊക്കെ ചെയ്തു. പക്ഷേ അതിലൊന്നും ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന് ആരും കണ്ടുപിടിക്കുന്നില്ലേ. വെറുതെ ഇങ്ങനെ മരുന്ന് കഴിക്കുന്നേ. അതായത് എപ്പിലെപ്സി ഉണ്ടാകുന്നു, ഡോക്ടർമാരെ കാണുന്നു, ടെസ്റ്റുകൾ നടത്തുന്നു. പക്ഷേ മരുന്നിന് കുറവില്ല, രോഗത്തിനും കുറവില്ല. അങ്ങനെ വലിയ ഒരു സങ്കടമായിരുന്നല്ലേ. ഭയങ്കര എന്താ പറയുക, അത് ഉറക്കത്തിലുണ്ടാവുക. ഞാൻ അറിയുന്നില്ലേ, പുറമേ ഉള്ളവർക്കാണ്. ഉറക്കത്തിലൊക്കെ എപ്പിലെപ്സി ഉണ്ടാവും. അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ്. ഇനി പറയട്ടെ, ഇവൻ എൻ്റെ കയ്യെ പിടിച്ച് കരയുകയാണ്. ഞാൻ ആശ്വാസമൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, മോനെ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഈ മകൻ്റെ നെറ്റിയിൽ ഒരു കുരിശ് വരച്ചു. യേശുവിൻ്റെ നാമത്തിൽ ഒരു ഡെലിവറൻസിന് ഒറ്റ പ്രാർത്ഥന, ഒറ്റ അലർച്ചയായിരുന്നു. ഇവൻ അങ്ങോട്ട് വീണു. അട്ടിച്ചവിടെ കസര വീണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ അസാധാരണമായ ഒരു ദൈവശക്തി അവനോട് കടന്നുപോയി. ആ നിമിഷം തന്നെ പിന്നെ കുറേ സമയം അവിടെ കിടന്നു. കസര ചാരിയൊക്കെ കിടന്നു. ആ കിടപ്പ് അവിടെ കിടന്ന് അവൻ പൂർണ്ണമായ ഒരു ഡെലിവറൻസിലേക്ക് വന്നു. അത്ഭുതമായ കർത്താവിൻ്റെ ഒരു സ്പർശനത്തിലൂടെ അവൻ പൂർണ്ണ സൗഖ്യം പ്രാപിച്ചു. ഇന്ന് എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അതിനുശേഷം ഇവന് എപ്പിലെപ്സി ഉണ്ടായിട്ടില്ല. ശരിക്കും ഒരു ബഹളത്തിലായിരുന്നു ഇവന്. കാരണം ഇവനെ കീഴ്പ്പെടുത്തിയിരുന്ന എപ്പിലെപ്സിയുടെ ആ ദുരാത്മാവ്, സ്പിരിറ്റ് ഓഫ് എപ്പിലെപ്സി, അതിൽ നിന്ന് ഈ മോന് ജോണിന് കർത്താവ് പൂർണ്ണ വിടുതൽ കൊടുത്തു. അതിനുശേഷം ഇന്നുവരെ രോഗം ഉണ്ടായിട്ടില്ല.